ഗുഡ് മോർണിംഗ് കാലിക്കറ്റ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അതായത് ഇന്നിപ്പോൾ ഞാൻ കാലിക്കറ്റിലുള്ളത്. ഇത് മലബാർ എക്സ്പ്രസ് ആണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കയറിയതാണ്. സീറ്റ് കിട്ടിയിട്ടില്ല, നല്ല തിരക്കാണ്, അറിയാലോ. എന്നിട്ട് ഞാൻ രാവിലെ 4:45 മണിയോടുകൂടി ഞാൻ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി. ഞാനിപ്പോൾ പോകുന്നത്, എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയതാണ്. അപ്പം ഈ മലബാറിലൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക, കാരണം സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്, നിന്നൊക്കെ വരേണ്ടി വരും. ഞാനൊരു കണക്കിനാണ് ഇവിടെ വരെ എത്തിയത്. അങ്ങനെ ഞാൻ നേരെ രാജേഷിൻ്റെ വീട്ടിലെത്തി. ഇത് രാജേഷിൻ്റെ വീട്ടിലെ നായ്ക്കുട്ടി ജൂലി. രാജേഷ് എന്ന് പറയുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്തും എൻ്റെ എന്താ പറയുക നൻപനും ഒക്കെ ആയ രാജേഷ്, പുള്ളൻ എന്ന് അറിയപ്പെടും. രാജേഷിൻ്റെ വീട്ടിൽ ചെന്നപാടെ അമ്മ രാവിലെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. പത്തിരി ഇതാണ് മലബാറിൻ്റെ സ്പെഷ്യൽ. പത്തിരി ചുട്ട്, പത്തിരിയുടെ കൂടെ തന്നെ മീൻകറി, അയില മുളകിട്ടതും, ചെറുപയർ കറി, പിന്നെ നല്ല ചൂട് ചായ. ഇതാണ് രാജേഷ്, നൻപൻ. അങ്ങനെ രാജേഷിനെ വിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവിടുന്ന് രാജേഷ് എന്നെ ബൈക്കിൽ പുതിയ സ്റ്റാൻഡിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന പാടെ തന്നെ ബസ്സിന് പോകണമെന്ന് വിചാരിച്ചത് പാസ്പോർട്ട് ഓഫീസിലേക്ക്. പക്ഷേ എനിക്ക് സമയത്തിൻ്റെ ഇത് മൂലം ഞാൻ ഒരു ഓട്ടോ വിളിച്ച് നേരെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. നല്ല രാവിലെ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. എന്നാലും ആ ചേട്ടൻ വളരെ കൃത്യമായ സമയത്ത് തന്നെ എന്നെ അവിടെ എത്തിച്ചു. അവിടെ ഏകദേശം 80 രൂപയായി ഓട്ടോയ്ക്ക്. ചെന്ന പാടെ തന്നെ എൻ്റെ വേറൊരു സുഹൃത്തായ സിജു എൻ്റെ പാസ്പോർട്ട് സിജുവിൻ്റെ അടുത്തായിരുന്നു. സിജു പാസ്പോർട്ട് എനിക്ക് കൊണ്ടു തന്നു. ഇത് സിജു എൻ്റെ ബാല്യകാല സുഹൃത്താണ്, അറിയുന്നവർക്കറിയാം. അങ്ങനെ സിജുവിൻ്റെ അടുത്ത് നിന്ന് പാസ്പോർട്ട് മേടിച്ച് ഞാൻ നേരെ വീണ്ടും പാസ്പോർട്ട് ഓഫീസിനകത്തേക്ക് പോയി. അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ട് അവിടുന്ന് വീണ്ടും ഇറങ്ങി. അടുത്തത് ഷിലോങ്ങിൻ്റെ ഷോപ്പിലേക്കാണ് പോണത്. അവിടുന്ന് ഒരു ബസ് പിടിച്ച് നേരെ ഷിലോങ്ങിൻ്റെ ഷോപ്പിലേക്ക്. ഷിലോങ്ങിൻ്റെ ഷോപ്പ് ഇവിടെയാണ്, കക്കോടിയിലാണ്. അപ്പോൾ അതാണ് ഷോപ്പ്. ഇത് വന്നിട്ട് ടൈൽസ്, അതുപോലെ തന്നെ മാർബിള്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ്. അപ്പം വളരെ മിതമായ തോതിൽ അവർ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഷിലോങ്ങിൽ ചെന്നപ്പോൾ തന്നെ പ്രവീഷ് ഉണ്ടായിരുന്നു. പ്രവീഷിൻ്റെ അതുപോലെ മറ്റൊരു സുഹൃത്തുണ്ടായിരുന്നു. എല്ലാവരെയും വിഷ് ചെയ്ത് നേരെ ഷിലോങ്ങിനെ തന്നെ കണ്ട് കുറേ നാൾ കൂടി കാണുകയാണ്. അപ്പോൾ അവനും തിരക്കുണ്ട് രാവിലെ തന്നെ. എന്തായാലും കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് അവിടുന്ന് ഷിലോങ്ങിൻ്റെ എന്താ പറയുക, ഷിലോങ്ങിൻ്റെ അവിടുന്ന് നേരെ പോയത് എൻ്റെ ബാല്യകാല സുഹൃത്ത് പേര് റീന. അത് റീനയുടെ മോളാണ്. അവർ കക്കോടി വെച്ച് കണ്ടു. അവരെ വഴിയിൽ വെച്ചിട്ട് കണ്ടിട്ട് ഷിലോങ്ങിൻ്റെ ബൈക്കിനാണ് ഞാൻ നേരെ കുരാച്ചുണ്ടിലേക്ക് പോകുന്നത്. അതെൻ്റെ നാടായ കുരാച്ചുണ്ടിലേക്ക് ഞാൻ ഷിലോങ്ങിൻ്റെ ബൈക്കും എടുത്ത് നേരെ പോവുകയാണ്. നേരെ പോകുന്ന വഴിക്ക് എനിക്ക് ലിനി കൂട്ടാലട എൻ്റെ വേറൊരു ബാല്യകാല സുഹൃത്ത് ലിനിയുടെ വീട്ടിൽ കയറി. ലിനി ചെന്ന അവിടെ തന്നെ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് അടിച്ചു തന്നത് കേട്ടോ. നല്ല ഈ ചൂടത്ത് അത് അടിപൊളിയായിരുന്നു. താങ്ക് യു ലിനി. അവിടുന്ന് നേരെ വീട്ടിൽ ചെന്ന് ചോറൊക്കെ കഴിച്ച് ഇരുന്നപ്പോഴേക്കും പെങ്ങളുടെ മക്കൾ അവർ വന്നു. പിന്നെ അവരെ കൂടെ കുറച്ച് നേരം കളിച്ചും ചിരിച്ചൊക്കെ അവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. കാരണം എനിക്ക് ഇന്ന് തന്നെ തിരിച്ച് പോകേണ്ടതാണ്. പിന്നെ പപ്പ അവിടെ ഉണ്ടായില്ല, അമ്മയുണ്ടായിരുന്നു, പെങ്ങളുടെ 2 മക്കളുണ്ടായിരുന്നു. അവർ വന്ന പോലെ തന്നെ എൻ്റെ കൂടെ കുറേ നേരം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അത് അമ്മയാണ്. പിള്ളേർ പറയുന്നത് ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ കേട്ടോ. എന്നാലും എനിക്കിന്ന് പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി അവരോടൊക്കെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാമനും മരുമക്കളും കളിയും ചിരിയൊക്കെ കുറച്ചുകൂടി കൂടി ഇരുന്നിട്ട് ശേഷം നേരെ തറവാട്ടിൽ പോയിട്ട് വല്യമ്മച്ചീനും കണ്ടിട്ട് തിരിച്ചു പോകുന്ന കഴിഞ്ഞു. അപ്പം ഞാൻ എപ്പോൾ വന്നാലും വല്യമ്മച്ചിയും കാണും. അന്ന് നേരെ ഞാൻ തറവാട്ടിലേക്ക് പോയി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതാണ് വല്യമ്മച്ചി, റോസക്കുട്ടി. വല്യമ്മച്ചിയിൽ പഴമൊക്കെ തന്ന് അതെല്ലാം കഴിച്ച് വല്യമ്മച്ചിയുടെ അടുത്ത് കുറച്ച് നേരം കുശലങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നേരെ കുരാച്ചുണ്ടിലേക്ക് പോയി. കുരാച്ചുണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അപ്പം തന്നെ കുരാച്ചുണ്ട് അങ്ങാടിയിൽ നിന്ന് എൻ്റെ ബാല്യകാല സുഹൃത്ത് മറ്റൊരു സുഹൃത്ത് സിനിമകളൊക്കെ ഉണ്ട്. സിനിമോളും മോളും ഉണ്ടായിരുന്നു. സിനിമകൾ അങ്ങാടി വെച്ച് കണ്ട തന്നെ തമാശയൊക്കെ പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു. അങ്ങനെ അടുത്തതായിട്ട് സതീഷിനെ കണ്ടു. വളരെ സന്തോഷം. കുറേ നാൾ കൂടി സതീഷിനെ കണ്ടു. അവിടുന്ന് നേരെ വീണ്ടും ടൗണിലേക്ക് എത്തി. നമ്മുടെ പഴയ ചങ്ങാതിമാരായ എല്ലാ ടീമുകളും വരാമെന്ന് പറഞ്ഞു. പക്ഷേ കുള്ളനും ഷിലോങ്ങും ഞാനും മാത്രമായി അവസാനം. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ പാളയത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിയാം എന്നുള്ള പ്ലാനായി. അങ്ങനെ അപ്പോൾ ഞാൻ കുള്ളൻ്റെ ഷോപ്പിൽ പോയിട്ട് അവിടെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി നേരെ കുള്ളൻ്റെ ഷോപ്പിലേക്ക് പോയി. കുതിരോട്ടത്താണ് കുള്ളൻ്റെ ഈ ഡ്രൈ ക്ലീൻ ഷോപ്പ്.
അപ്പോൾ അത്യാവശ്യം നല്ല സർവീസ് ചെയ്യുന്നൊരു നല്ലൊരു സ്ഥാപനമാണ്. അപ്പോൾ കുള്ളൻ്റെ ഓൺ ഷോപ്പാണ്. അവിടെ നിന്ന് നേരെ ബാഗെല്ലാം എടുത്ത് നേരെ പാലത്തേക്ക് ഭക്ഷണം കഴിച്ച് തിരിച്ച് രാത്രിയോടെ തന്നെ എറണാകുളത്തേക്ക് യാത്ര ചെയ്യും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു, നന്ദി, നമസ്കാരം, ബൈ.